കിബുരോയും മാന്ത്രിക പാത്രവും. ആഫ്രിക്കയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് കിബുരോയും അമ്മയും അച്ഛനും താമസിച്ചിരുന്നത്. മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റാണ് അവർ കഴിഞ്ഞിരുന്നത്. എല്ലാ ദിവസവും അമ്മയും അച്ഛനും കൂടിയാണ് പാത്രങ്ങൾ വിൽക്കാൻ ചന്തയിൽ പോവുക. ഒരു ദിവസം കിബുരോ വാശി പിടിച്ചു, ഇന്ന് അച്ഛന്റെ ഒപ്പം എനിക്കും ചന്തയിൽ പോകണം. അങ്ങനെ അച്ഛനും കിബുരോയും ചന്തയിലെത്തി. കുറച്ചു സമയത്തിനുള്ളിൽ അവരുടെ പാത്രങ്ങൾ മുഴുവൻ വിറ്റുപോയി. അപ്പോഴതാ അകലെ ഒരു ആൾക്കൂട്ടം. അച്ഛാ, അവിടെ എന്താ? കിബുരോ ചോദിച്ചു. അത് അമ്മൂമ്മയുടെ പായസം വാങ്ങുന്നവരുടെ തിരക്കാ. നല്ല രുചിയുള്ള പായസമാ, പക്ഷെ നല്ല വിലയുമുണ്ട്. നമുക്കത് വാങ്ങാൻ പണമില്ല. നാട്ടിലെ പണക്കാരാ പായസം വാങ്ങുക. അച്ഛൻ പറഞ്ഞത് കേട്ട കിബുരോയ്ക്ക് സങ്കടമായി. നോക്കിക്കോ, ഞാൻ ആ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി പായസം വാങ്ങും. നിനക്കത് പറ്റില്ല കുഞ്ഞേ, കാരണം അമ്മൂമ്മ എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല. എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്നും അറിയില്ല. പക്ഷേ ഞാനത് കണ്ടുപിടിക്കും, ഉറച്ച സ്വരത്തിൽ കിബുരോ പറഞ്ഞു. എന്നിട്ട് അച്ഛന്റെ പിന്നാലെ പതുക്കെ നടന്നു. കുറെ ദൂരം അങ്ങനെ പോയപ്പോൾ കിബുരോ ശ്രദ്ധിച്ചു, അച്ഛൻ കുറെ മുന്നിലാണ്. ഇതു തന്നെ തക്കം. അവൻ ചന്തയിലേക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ചന്തയിലെത്തിയ കിബുരോ അമ്മൂമ്മയെ കണ്ടു. അമ്മൂമ്മ പോകാനുള്ള ഒരുക്കത്തിലാണ്. അവൻ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്നു. അമ്മൂമ്മ പാത്രങ്ങൾ എടുത്ത് നടന്നു തുടങ്ങിയതും കിബുരോയും പിന്നാലെ കൂടി. അമ്മൂമ്മ അറിയാതെ കുറെ ദൂരം നടന്ന അമ്മൂമ്മ ഒരു മല കയറാൻ തുടങ്ങി. അയ്യോ, ഇത് നാട്ടുകാരെല്ലാവരും പേടിക്കുന്ന ഭൂതത്താൻമലയാണല്ലോ. ഇവിടെ അമ്മൂമ്മ എന്തു ചെയ്യാൻ പോകുന്നു? ഏതായാലും പിന്നാലെ പോകാം. അമ്മൂമ്മയുടെ പിന്നാലെ കിബുരോ ഭൂതത്താൻമലയുടെ മുകളിലെത്തി. അവിടെ അതാ ഒരു കുടിൽ. കുടിലേക്ക് കയറിയ അമ്മൂമ്മ ഒരു പാത്രത്തിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു, മാന്ത്രിക പാത്രമേ, എനിക്ക് പായസം തരൂ. പറഞ്ഞു തീരേണ്ട താമസം പാത്രം നിറയെ പായസം. അമ്മൂമ്മ അത് വയറു നിറയെ കുടിച്ചു. അപ്പോൾ ഇതാണ് കാര്യം. കിബുരോ വേഗം അമ്മൂമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മൂമ്മേ, എനിക്കും കുറച്ച് പായസം തരൂ. ശബ്ദം കേട്ട് അമ്മൂമ്മ ഞെട്ടിത്തിരിഞ്ഞലറി. ആര് പറഞ്ഞു ഇവിടെ വരാൻ? പക്ഷെ കിബുരോ പേടിക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. പകച്ചുപോയ അമ്മൂമ്മ ഒരു പുകയായി ആകാശത്തേക്ക് മറഞ്ഞു. കിബുരോ വേഗം പുറത്തിറങ്ങി മലയിൽ നിന്നും താഴേക്ക് ഓടി. ഓടി അവൻ വീട്ടിലെത്തി. മകനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. നടന്നത് മുഴുവൻ കിബുരോ അവരോട് പറഞ്ഞു. ഹാവൂ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മ കിബുരോയുടെ തലയിൽ തലോടി. പിറ്റേന്ന് മുതൽ അമ്മൂമ്മ ചന്തയിൽ വരാതായി. പതുക്കെ ആളുകൾ അമ്മൂമ്മയെയും പായസത്തെയും മറന്നു. പക്ഷേ ഭൂതത്താൻമല കയറാൻ പിന്നെയും ആരും ധൈര്യപ്പെട്ടിട്ടില്ല.